പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത്. ചില ബന്ധനങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. ചില ആത്മീയ തകർച്ചകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങൾ, ഹൃദയം തകർന്ന അനുഭവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളിൽ ഒരു വലിയ ഡെലിവറൻസിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളായി പിശാച് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ചില മേഖലകളുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു ഡെലിവറൻസ് ഞങ്ങൾക്ക് വേണം. ഒരുപക്ഷെ ചെറുപ്പകാലം മുതൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ചില ദുശീലങ്ങളായിരിക്കും. എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാതെ ചില ദുശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കും, ഇതൊന്നും എന്നെ വിട്ടു മാറത്തില്ല, ഞാനിതിൻ്റെയൊക്കെ ഭാഗമാണ്. എന്നാൽ അങ്ങനെയല്ല. നിന്നെ പീഡിപ്പിക്കുന്ന എല്ലാ ദുശീലങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങൾ യേശുവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ മാറ്റപ്പെടും. ആ മേഖല ഏതാണോ അത് സമർപ്പിക്കുക. അടിക്കടി കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന ചില മേഖലകളാവും, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില ജഡിക പാപങ്ങളുടെ മേഖലകളാവും, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പിൻ്റെ, അപ്രകാരമുള്ള വിദ്വേഷത്തിൻ്റെ ചില മേഖലകളാവും, അത് സമർപ്പിക്കുക. ചില ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാവും, നമ്മളെപ്പോഴും പുറകോട്ട് വലിക്കുന്നുണ്ടാവും, സമർപ്പിക്കുക. വീട്ടിലുണ്ടായ ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മുടെ ഉള്ളിൽ ഏൽപ്പിച്ച ആഘാതമായിരിക്കാം, സമർപ്പിക്കുക. ഈശോയെ, ഇപ്പോൾ ഈ ആരാധന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള എല്ലാ അനുഭവങ്ങളെയും കർത്താവ് വിശുദ്ധീകരിക്കണമേ. ഒരുപക്ഷെ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും പറ്റാത്തവണ്ണം നമ്മുടെ ഉള്ളിൽ ചില തിന്മകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും. ഒരുപക്ഷെ അമിതമായ ദേഷ്യ സ്വഭാവം നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. ഞാൻ ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ എപ്പോഴും അവഗണിക്കപ്പെട്ടു എന്നുള്ള ചിന്ത നിന്നെ പീഡിപ്പിക്കുന്നുണ്ടാവും. സമർപ്പിക്കുക. നിന്റെ ഉള്ളിലുള്ള എല്ലാ മേഖലകളും സമർപ്പിക്കുക. ഒരുപക്ഷെ നമ്മുടെ നാവിൻ്റെ നിയന്ത്രണമില്ലായ്മ, വാതുറക്കുമ്പോൾ ചീത്ത അറിയാതെ പറഞ്ഞു പോകുന്നു, ചിലപ്പോൾ നുണ പറയുന്നു, കുറ്റം പറയുന്നു, കളിയാക്കലുകളായിട്ട് പോലും പറയുന്നു, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് അറിയാതെ പറഞ്ഞു പോകുന്നു. ചില കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, ആത്മസംയമനം കിട്ടുന്നില്ല. മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിച്ചു കൊള്ളാമെന്ന് പലപ്പോഴും കുമ്പസാരത്തിന് ശേഷം തീരുമാനമെടുത്തതല്ലേ? എന്നിട്ടും എന്താ പറ്റിയത്? വീണ്ടും 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 കാണിയേല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കാണാനുള്ള വലിയൊരു കൗതുകം നമ്മുടെ കണ്ണുകൾക്കുണ്ട്. ചില കാര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടിരിക്കുമല്ലേ? മണിക്കൂറുകൾ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ റീൽസ് കണ്ട് സമയം കളയുന്നൊരു സ്വഭാവം എനിക്കും നിനക്കും ഉണ്ടോ? സമർപ്പിക്കുക. കർത്താവേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണം, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം വേണം. എന്നെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാവധാനം കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ് ആ തറയിൽ ഒന്ന് മുട്ടിച്ച്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒന്ന് കർത്താവിനൊന്ന് സമർപ്പിക്കുക. ഇതൊരു സമർപ്പണ ശുശ്രൂഷയാണ്. കർത്താവെ, എന്നെ പിടികൂടുന്ന എൻ്റെ എല്ലാ തിന്മയുടെ മേഖലകളും, എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഹൃദയം തകർന്ന അനുഭവങ്ങളും കർത്താവ് ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ ശിരസ് ആ തറയിലൊന്ന് മുട്ടിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, എൻ്റെ മേൽ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ, ഇടപെടണമേ. ശിരസ് തറയിൽ മുട്ടിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുകയാണ്. നമ്മുടെ ആരുടെയും കഴിവല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ വിചാരിച്ചാൽ നടക്കും. എന്നാൽ നമ്മളിപ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, നമ്മൾ വിചാരിച്ചാലൊന്നും ഇതൊന്നും നടക്കത്തില്ല. കാരണം നമ്മുടെ
ഹ്യൂമൻ കപ്പാസിറ്റി വളരെ പരിമിതമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വിചാരിച്ചാൽ ഈ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. ഓരോ വ്യക്തിക്കും ആഗ്രഹമായിട്ടുള്ള മേഖലകൾ അതാണ് സമർപ്പിച്ചിരിക്കുന്നത്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഈ സമയങ്ങൾ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഉണർവിൻ്റെ ആത്മാവേ, ഉന്മേഷത്തിൻ്റെ ആത്മാവേ, ബോധജ്ഞാനത്തിൻ്റെ ആത്മാവേ, എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എല്ലാ ദൈവജനവും ഈ സമയം ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ നിയോഗം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിൻ്റെ മേൽ സംഭവിക്കപ്പെടാൻ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എല്ലാവരും ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, 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 ഈ ഉന്മേഷം എനിക്ക് കിട്ടണം. തിന്മയുടെ മേൽ അതിജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് എനിക്കും വേണം. മരുഭൂമി അനുഭവത്തിൽ ഈശോ നേടിയത് ഈ പരിശുദ്ധാത്മാവിനെയാണ്. നമ്മളും ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, 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 ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുവാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ആഗ്രഹിക്കട്ടെ, വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ നമ്മുടെ മേലെ പ്രവർത്തിക്കട്ടെ. കൈയടിച്ചേ, കൈയടിച്ച് കണ്ണുകളടച്ച് ശരീരത്തിൽ പരിശുദ്ധാത്മാഭിഷേകം. യെസ്, ആമേൻ. സംഭവിക്കട്ടെ. ആത്മാവേ, ശക്തി, മൈറ്റി പവർ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, പരിശുദ്ധാത്മാവേ, പഠിക്കേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. യെസ്, നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, പഠിക്കേ, നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, ആമേൻ, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ആമേൻ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, മൈറ്റി പവർ, മൈറ്റി അനോയിന്റിംഗ് സംഭവിക്കട്ടെ. കൈയടിച്ച്, കൈയടിച്ച് ശക്തിയോടെ. ആമേൻ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും അകൽച്ചയും കുറ്റബോധവും ചാവല്യവും അവിടുന്നു നീക്കിയെന്ന്. പാടി പാടി. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. കുറ്റബോധവും. ചാവല്യവും ഒരിക്കൽ കൂടെ പാടാം. പാപം, പാപം, പാപവും
രോഗവും അശുദ്ധിയല്ല. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും ആവിടുന്നു അടിയേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. ആമേൻ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു. കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് നിറയണമേ ആമേൻ. നിറയണമേ യെസ്. പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ ആമേൻ. പരിശുദ്ധാത്മാവേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരൊറ്റ വിളി പരിശുദ്ധാത്മാവേ. ഓ ഹോളി സ്പിരിറ്റ് മൈറ്റി അനോയിന്റിംഗ് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവേ. ഈ ദൈവജനത്തിന് മേൽ സംഭവിക്കട്ടെ. ശംദ ലംബ 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 ലംബാരിയ റുഹാ mighty power mighty power mighty power mighty power ആരാധന 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 കർത്താവേ എന്നിൽ സംഭവിക്കണമേ എന്നിൽ സംഭവിക്കണമേ കർത്താവേ. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓ കർത്താവേ എന്നിലത് സംഭവിക്കട്ടെ എന്നിലത് സംഭവിക്കട്ടെ കർത്താവേ എന്നിലത് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ ഇടപെടുന്ന സമയമാണ്. യെസ്, പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയമാണ്. ഓരോ മേഖലകളിലും പരിശുദ്ധാത്മാവ് ശക്തമായ ബോധ്യങ്ങൾ ഈ സമയം നൽകുന്നു. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്ന കാര്യങ്ങൾ നിന്റെ ആത്മീയ മേഖലയിൽ ശ്രദ്ധിക്കണമെന്ന് ചിലരോട് കർത്താവ് ഇതാ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ഭരിക്കുന്നു. എല്ലാം തകർന്നുവെന്ന് ചിന്തിക്കേണ്ട. ഒരു സഹോദരനോടാണ് കർത്താവ് പറയുന്നത്, എല്ലാം തകർന്നുവെന്ന് ചിന്തിക്കേണ്ട. നിന്റെ ബുദ്ധി അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. ആയതിനാൽ എൻ്റെ സഹോദര, എല്ലാം തകർന്നു തീർന്നു ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കേണ്ട. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ താളം മാറും, ഗതി മാറും. നീ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവണം. ഒരു വിവാഹ മോചനം അതിനെക്കുറിച്ച് ചർച്ചയും വലിയ തരത്തിലുള്ള ഭാരവുമൊക്കെയുള്ള ഒരു കുടുംബം ഓൺലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു. കർത്താവേ, ഇതാ നിന്റെ ശക്തി ഈ കുടുംബത്തിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചയും അപ്രകാരമുള്ള ആലോചനകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ സംശയ പ്രകൃതി മാറട്ടെ, തെറ്റിദ്ധാരണ മാറട്ടെ, കർത്താവിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം ഏതെങ്കിലും കുടുംബങ്ങളിൽ അപ്രകാരമുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അതിശക്തമായി ഇടപെടുന്നു. നിന്റെ കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇപ്പോൾ ഇടപെടുന്നു. ആ വ്യക്തി ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട്. കർത്താവ് ആ വ്യക്തിയെ അത്ഭുതകരമായി സ്പർശിക്കുന്നു. കർത്താവ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള അനേക തെറ്റായ ചിന്തകളുടെ മേൽ വലിയൊരു പ്രകാശം ചൊരിയുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒരു ബാങ്ക് ലോണിനോട് ബന്ധപ്പെട്ട് നാളുകളായി ബാങ്കിൽ പോയി ഇങ്ങനെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ വലിയൊരു ഭാരമാണ്. ആ ബാങ്ക് ലോൺ കിട്ടിയിട്ട് വേണം അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാൻ. വലിയ ഭാരത്തിൽ കഴിയുന്ന കുടുംബം, കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നു. സഹോദരാ, വിശ്വസിച്ച് പ്രാർത്ഥിക്ക്.
കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. ദൈവമേ, അങ്ങ് ഇടപെടുന്നതിന് ഓർത്തുകൊണ്ട് നന്ദി. കർത്താവ് അങ്ങ് ഇടപെടുന്നതിന് ഓർത്തുകൊണ്ട് നന്ദി. കർത്താവ് ഒരു സഹോദരിയോട് പറയുന്നു, ദൈവം അറിയാതെ നിന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല. കാരണം ആ സഹോദരിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം, ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ശാരീരിക രോഗപീഠയോട് ബന്ധപ്പെട്ടാണ് ആ വിഷമം. ഈശോ പറയുന്നു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല സഹോദരി, ഇത് ദൈവമഹത്വത്തിനായിട്ട് കാഴ്ചവെച്ചുകൊള്ളൂ. ഈ രോഗം, അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഫിലിപ്പി ലേഖനം 4:19 വചനത്തിന്റെ ശക്തിയാൽ സാമ്പത്തിക മേഖലകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ വ്യക്തിയിൽ നിറയണമേ, അത്ഭുതകരമായി നിറയണമേ. വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഓരോരുത്തരും അത് ഏറ്റെടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പള്ളിയിൽ പോകാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ പറ്റാതെ ചിലരുണ്ടാവും. ഒരുപക്ഷെ വിദേശത്തൊക്കെ പോയിട്ടുള്ളവരാവും. അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ചില പ്രശ്നങ്ങൾ കെട്ട് കഴിയുന്നവരുണ്ടാവും. നമ്മുടെയൊക്കെ ചില വീടുകളിൽ ചിലർ വീടിൻ്റെ അകത്ത് അടച്ചിരിപ്പുണ്ടാവും. പള്ളിയും പ്രാർത്ഥനയൊന്നും വേണ്ട, വലിയ ഭാരത്തിൽപ്പെട്ട് കഴിയുന്നവരുണ്ടാവും. നിങ്ങൾ ഈ സമയത്ത് അവരെ ഒന്ന് ഓർത്തേ. കർത്താവെ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഭാരപ്പെട്ട് ദൂരങ്ങളിലുള്ളവരും അവരായിരിക്കുന്നിടങ്ങളിൽ കർത്താവ് നിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 രക്ഷകാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.